മൂശൈ മൂന്നാം വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സദുക്കാരുടെ പുളിമാവ്. ഒരു നുള്ള പുളിമാവ് പാത്രം നിറയെ വെച്ചിരിക്കുന്ന മാവിനെ പുളിപ്പിക്കുന്ന പോലെയാണ് യേശുവിൻ്റെ വചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു: 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിമാവിന് തുല്യമാണ് സ്വർഗരാജ്യം. ലോകത്തിന്റെ വിജ്ഞാനം വിളമ്പി വീമ്പടിക്കുന്ന സദുക്കായരെ യേശു വിളിക്കുന്ന അന്ധരായ മാർഗദർശികളെന്നാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 24-ാം വാക്യം. അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ടാണ് സദുക്കായരുടെ പ്രബോധനങ്ങളെ വിഷലിപ്തമായ പുളിമാവെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സൂചിപ്പിക്കുന്നത്. ദൈവം നൽകിയ 10 കൽപ്പനകളെ വ്യാഖ്യാനങ്ങൾ നൽകി വികലമാക്കിയ സദുക്കായർക്കുള്ള മറുപടിയാണ് യേശു ഇന്ന് നൽകുന്നത്. അവർ ഉരുവാക്കിയെടുത്ത പഴയ നിയമത്തെ വീണ്ടും പുനർപ്രതിഷ്ഠിച്ച് പുതിയ നിയമം നൽകാനുള്ള ദൗത്യമാണ് യേശുവിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. നിയമം അത്യാവശ്യമാണ്, പക്ഷേ അവ മനുഷ്യന്റെ ക്ഷേമത്തിനും വളർച്ചയ്ക്കും ഉപകരിക്കുന്നില്ലെങ്കിൽ അത് പൈശാചികമാണ്. നിയമങ്ങളിൽ കടുംപിടുത്തം പിടിച്ച വ്യക്തിബന്ധങ്ങളും സമുദായത്തിലും വിഭാഗീയത സൃഷ്ടിക്കുന്ന സദുക്കായ ഫരിസേയ മനോഭാവം നമുക്ക് വെടിയാം.